വല്ലാത്ത പീഡനങ്ങളായിരുന്നു സഹാബികൾക്ക് നേരിടേണ്ടി വന്നത്. വല്ലാത്ത പീഡനമാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും പടച്ചവനെ ഇങ്ങനെ നടന്നു വരുമ്പോ ഖുറൈശികൾ ഒരാണിനെയും പെണ്ണിനെയും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും നോക്കുമ്പോ ഒരാണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ടു ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാണ്. ആരെയെന്നറിയുമോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ പടച്ചവരെ ഖുറൈശികള് നാല് ഭാഗത്തു നിന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതിരുന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കൂട്ടുകയാണ്. എന്നിട്ട് റബ്ബേ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. പടച്ചവരെ, തീയെന്ന് പടർന്നു പിടിക്കുകയാണ്. തന്റെ മുടിയിലൂടെ തന്റെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അവിടെ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവ് തീക്കകത്ത് കിടന്ന് കരിയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്ന് തീയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വെളിയിലേക്ക് തള്ളിയിടുകയാണ്. മലരാരുണ്യത്തിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് അല്ലാഹുവേ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരുന്നത്. ആ സമയത്താണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ. മുത്തുനബി അവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇവന്മാര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവര് നമ്മളെ എന്ത് കൊല ചെയ്താൽ ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ധൈര്യം പകർന്നു കൊടുക്കുകയാ. അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ പടച്ചവനെ ഒരു കമ്പിയെന്ന് കുത്തിയിറക്കുകയാണ്. സുമയ്യ ബീബിയെ ചവിട്ടി തറയിലിട്ടു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുമയ്യ വിളിച്ചു പറഞ്ഞു, തോക്കല്ലേ, ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹൽ കാലെടുത്ത് സുമയ്യ ബീവിയുടെ തലയിൽ ചവിട്ടി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. അവിടുന്ന് കോപം വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മലർത്തിക്കിടത്തിയിട്ട് അതാ കുന്തം വലിച്ചൂരിയിട്ട് ആ കുന്തം സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് അവിടുന്ന് കുത്തിയിറക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പീഡനത്തിന്റെ കാലമുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരില് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികൾക്ക് നേരിടേണ്ടി വന്ന പീഡനമിതാ. ഇന്ന് പ്രച്ചവന് നമ്മൾ ഇതിന്റെ നാലിലും അനുഭവിക്കുന്നുണ്ടോ?
ഞാനും നിങ്ങളും പല്ലാത്ത കഥ പറയുന്നവരാ. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എടുത്തു നോക്ക്, ഇതുപോലെ പടച്ചവനെ നമ്മൾ അനുഭവിക്കുന്നില്ല. മുസ്ലിമേ, വേണ്ടത് ത്യാഗമാ. നീ ത്യാഗം സഹിക്കാൻ തയ്യാറാക് മോനെ. നീ മുസ്ലിമാടാ, നിനക്ക് മരിക്കാൻ എന്ത് പേടിയാ? നിനക്ക് മരിക്കാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ജനിച്ചപ്പോഴേ ബാങ്കം വിളിച്ചു, ഇഖാമത്തും കൊടുത്തു. ഇനി പള്ളിപ്പറമ്പിലേക്ക്, പള്ളിക്കകത്തേക്ക് കുളിപ്പിച്ചുകൊണ്ട് കിടത്തുന്നത് കാത്തിരിക്കുന്നു നമുക്ക്. എന്തൊരു ഭയമാ സഹോദരാ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ, മരണം നന്നാക്കി തരണേ എന്ന് ചോദിക്കുന്ന, മരിക്കാൻ പേടിയില്ലാത്ത പടച്ചവനെ എവിടെ കിടന്ന് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതല്ലേ മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അല്ലാതെ കൊട്ടാരം പണിയണമെന്നാണോ, രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമെന്നാണോ? ഇതൊന്നുമല്ല ഈമാനുള്ള, നിസ്കാരത്തടമ്പുള്ള, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാ, അല്ലാതെ വേറൊരു മോഹവുമില്ല. അതുകൊണ്ട് അള്ളാഹു പറയുകയാ, സ്വർഗം വെറുതെ കിട്ടൂല. അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടൂല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ റബ്ബിന്റെ സ്വർഗം അള്ളാഹു നിനക്ക് തരില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅദ് വെറുതെ പറയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവെ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം ത്യാഗം സഹിക്കാൻ നീ തയ്യാറാകണം. നിന്നെ തല്ലും, നിന്നെ കൊല്ലും, നിന്റെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കും, ചിലപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് ജീവനോടെ നിന്നെ കത്തിക്കും. ആ കത്തിക്കുമ്പോൾ നീ പറയണം അല്ലാഹു അഹദ് എന്ന് പറയാൻ കഴിയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. എടുത്ത് പത്രത്തിൽ വായിച്ചു ഒരു ചെറുപ്പക്കാരനെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ജയ് ശ്രീമാന്തോ ജയ് ശ്രീരാമെന്ന് വിളിക്കില്ലെങ്കിൽ ഇപ്പം കത്തിക്കും. അവസാനം അവനെ തല്ലുന്നത് കണ്ടപ്പോൾ അവൻ്റെ വാപ്പ പറഞ്ഞു, മോനെ വിളിച്ചേക്കാൻ. ഞാൻ വിളിക്കൂല വാപ്പ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സഹാബികളുടെ കഥയല്ല. ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പട്ടിക തല്ലുന്ന പോലെ തല്ലിച്ചതച്ചിട്ട് ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചപ്പോൾ ഇപ്പൊ കത്തിക്കൂന്ന് പറഞ്ഞപ്പോഴും വാപ്പ പറഞ്ഞത്, പറഞ്ഞേക്കും മോനെ വിളിച്ചേക്കാനാ. ഞാൻ വിളിക്കൂല വാപ്പ, എന്നെ കൊന്നാലും വിളിക്കൂല. അള്ളാഹു പൊന്നുമോന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. നമ്മളാണെങ്കിൽ കണ്ടം വഴി ഓടും. അതന്നെ നമ്മുടെ അവസ്ഥ. നമ്മളെങ്ങാണ് അങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ പറയും നീ അള്ളാന്ന് വരെ നമ്മൾ പറയും. അതാ നമ്മുടെ വിശ്വാസം. നീ വിചാരിച്ചു, അല്ല ചോദിച്ചു, നിനക്ക് ഓസിനങ്ങ് കയറിപ്പോകാൻ അല്ല സ്വർഗം വെച്ചിരിക്കണേ? അള്ളാഹു വെറുതെ ഒന്നും അള്ളാഹു സ്വർഗം തരൂല. എന്തിന്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം, ഒരു ദിവസവും ഒരാഴ്ച ഒരു മാസമല്ല, 3 കൊല്ലമാ പോയിട്ട് 2 മലകൾക്കിടയിൽ കിടന്നിട്ട് പുല്ലു പറിച്ച് തിന്നത്. നമ്മൾ തിന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ? നമ്മളെ ഇവിടെ സാമ്പത്തിക ഞെരുക്കം, മണ്ണാങ്കട്ട, അതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തിക ഞെരുക്കം. നമുക്കിവിടെ സമ്പത്ത് എന്ത്? നമുക്കെന്തിൻ്റെ ആവശ്യമെന്ത്? 3 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമുക്ക് എന്തെങ്കിലും നമ്മളെന്താ പറയുക, അള്ളാഹിക്ക് എന്തോ നമ്മളോട് വെറുപ്പ്, പടച്ചോൻ എന്തോ വെറുപ്പ്, അതല്ലേ അള്ളാഹ്. സഹോദര, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് ആരെയാ? നീ വിചാരിക്കുന്നത് നിന്നോട് അള്ളാഹിക്ക് എന്തോ വെറുപ്പുള്ളത് കൊണ്ടാണെന്ന്. വെറുപ്പല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. അതാ മനസ്സിലാക്കണ്ടേ. എന്തേ ഉസ്താദെ, ഞാൻ ഇത്ര 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് വരെ നിസ്കരിക്കും, എന്നിട്ട് അല്ല എന്താ എനിക്കിങ്ങനെ തരുന്നേ? അത് നിന്റെ ഈമാനിന്റെ കുറവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങൾക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. സലാത്തൊക്കെ പറഞ്ഞു, ഇനി പറയാനൊന്നും ഉണ്ടാവില്ല. എല്ലാം വാരിക്കെട്ടാൻ സമയമായി. അതുകൊണ്ട് ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങൾ ചെയ്തോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു അതിരിടുക. പ്രസംഗമാണല്ലോ, ഇതൊക്കെ ലൈവാണ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്നത്തെ കാലം ഇതാ ക്ലിപ്പിറങ്ങണ കാലമായതുകൊണ്ട്. എന്തായാലും പിന്നെ മഅദിനിയുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ അതിന് ആ ചങ്ങാതിക്ക് അള്ളാഹു വല്ലാത്തൊരു ധൈര്യ.
എന്നും പറയാനുള്ള ധൈര്യം അള്ളാഹു ആ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പം പോയി ചോദിച്ചാലും അതുപോലെ തന്നെ പറയും, ഒരു മാറ്റമില്ല. ഇപ്പം പോയി ചോദിച്ചാലും എൻ്റെ പ്രിയമുള്ള അതൊരു വല്ലാത്തൊരു ഈമാൻ. എത്രയൊക്കെ കുറ്റം പറയാൻ ഓരോരുത്തരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. തൊടിയിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നാവിന് ഇത്തിരി വല്ലാത്തൊരു ധൈര്യം. എന്തായാലും അൽഹംദുലില്ലാ ഉമ്മത്തിനൊക്കെ ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രസംഗിക്കാനുള്ള ഒരു ഞങ്ങൾ ആ പ്രസംഗം കേൾക്കുമ്പോഴാണ് പ്രസംഗിക്കണമെന്ന ആഗ്രഹം തന്നെ പലർക്കുണ്ടായത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്ക്, അല്ലാതെ കള്ളുകൂടിയും പെണ്ണുകൂടിയൊന്നുമല്ല, കാഫിരീങ്ങൾക്കൊന്നുമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ പ്രവാചകനെയാ ഉപ്പാനെ കാണാൻ പറ്റിയോ? ജനിച്ചതിന് മുമ്പേ പോയി. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ വാപ്പ പോയി. ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ഉമ്മയും പോയി. പിന്നെ താങ്ങും തണലുമായി നിന്ന് ഓരോന്നായി പോയി, എല്ലാം പോയി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പട്ടിണി കിടന്നില്ലേ? നമ്മളൊക്കെ പട്ടിണി കഥ പറയും. നമ്മൾ ആരെങ്കിലും ഇന്നത്തെ തലമുറയോട് നബിയുടെ ചരിത്രം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയപ്പോൾ നേതാവ് 2 എണ്ണം കെട്ടി. ഇന്നത്തെ തലമുറ ചോദിക്കും, കല്ല് വെച്ച് കെട്ടിയാൽ വിശപ്പ് മാറുമെന്ന്. അതാ ഇന്നത്തെ സമുദായം, ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെയാ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അനുയായികൾ 1 എണ്ണം വെച്ച് കെട്ടിയപ്പോൾ മുത്തുനബി 2 എണ്ണം വെച്ച് കെട്ടിയിട്ട് കിടന്നേ. 1 മാസം തൻ്റെ വീടിൻ്റെ അകത്ത് അടുപ്പ് പുകഞ്ഞിട്ട് 1 മാസക്കാലം തൻ്റെ വീടിൻ്റെ അകത്ത് തീ കത്തിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം എത്ര മക്കളെയാ കൊണ്ട് പള്ളിപ്പറമ്പിൽ കവറടക്കിയേ? 1-2 അല്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ എത്ര മക്കളെയാ, സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, ജന്നത്തിൽ ബക്കീലേക്ക് പോ നബിയെ, മോളെ കബറടക്കാൻ കൊണ്ടുപോയി. മുത്തുനബി ഓടി ചെല്ലുമ്പോൾ തൻ്റെ പൊന്നാര മകളുടെ ജനാസ കബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. പലകയെടുത്തിടുന്ന സമയത്താണ് മുത്തുനബി കടന്നുപോയത്. ഉസ്മാന് തങ്ങൾ ചോദിച്ചു, നബിയെ കാണണോ നബിയെ? വേണ്ട ഉസ്മാനെ, അടക്കിയേരെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ നമുക്കും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിനേക്കാളും വലിയ ഒരു കാലം വരുന്നുണ്ട്. ഇത് തുടക്കവാ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എല്ലാം വാരിപ്പറക്കി 4 ഭാഗത്ത് എന്നിട്ട് അങ്ങോട്ട് തല്ലു തുടങ്ങും. കൊള്ളാൻ തയ്യാറായിക്കോ? എല്ലാവരും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ട്. ഇനി ഒറ്റ സഹായമേ ഉള്ളൂ. ഒരു പാർട്ടിക്കാരുടെയും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒറ്റ സഹായം, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈമാൻ അങ്ങോട്ട് ഉറപ്പിച്ചോ, റബ്ബിന്റെ സഹായം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലാതെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും അവിടെ അനുഭവിക്കേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാണ്. എവിടെ നോക്കിയാലും പരാതിയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് ശരീരം കാണിച്ചിട്ട് പറയുന്നു, നബിയേ, പച്ചയിറച്ചി കുത്തിയെടുത്ത ശരീരമാണ്. അല്ലാഹുവേ, അതാ അമ്പ് പഠിപ്പിച്ചിട്ട് ശരീരത്തിലേക്ക് കുത്തിക്കേറ്റിയിട്ട് അവിടെ നിന്നും മാംസം ഇങ്ങനെ കുത്തിയിറക്കിയ ശരീരം കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, മുത്തുനബി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? സഹാബാ, ബനൂ ഇസ്രായേൽപ്പെട്ട ജനങ്ങളെ പിടിച്ചു കൊണ്ടുവരികയാണ്. മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ശരീരത്തിൽ നിന്ന്, കാലിൽ നിന്ന് അതാ പഠിപ്പിച്ച കമ്പി കൊണ്ട് പച്ച മാംസം കുത്തിയെടുത്ത ശരീരം കാണിച്ചിട്ട് മുത്തുനബിയോട് പരാതി പറയുന്ന സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മുൻഗാമികളെ പിടിച്ചു കൊണ്ടുവരും, മുസ്ലിമായവരെ കൊണ്ടുവരും, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ കൊണ്ടുവരും. കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് അതാ ഉച്ചയിൽ വെക്കുകയാ. തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാളെടുത്ത് വെച്ചിട്ട് ചോദിക്കുമോ, തിരിച്ചു വരുവോ? ഇസ്ലാമിനെ കളഞ്ഞിട്ട് വരുവോ? ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ 2ആയിട്ട് മുറിച്ച് കളയുന്നു സഹാബ.
മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ത്യാഗമാണ് വേണ്ടത്. അതാണ് ത്യാഗമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമതായി ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ത്യാഗം സഹിക്കാൻ തയ്യാറാകൂ. ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയൂ. ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയൂ. അങ്ങനെ നേടിയാലേ അതിൽ വിജയമുള്ളൂ. എന്റെ പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ മുഴുവനും എന്ന് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഹിജ്റ പോകാ തയ്യാറെടുക്ക് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് മദീനത്തേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിജ്റ പോകാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ. സ്വഹാബികൾ അവിടുന്ന് ഹിജ്റ പോകാൻ പടച്ചവനെ പല പല സംഘങ്ങളായിട്ട് ഹിജ്റ പോകാ തയ്യാറാവുകയാ. ഹിജ്റ തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? വെറുതെ അല്ലാഹു ഏകനാണ്, ഞാൻ പടച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് സർവ്വതിനേക്കാളും വലുത് എന്ന് വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹിജ്റ പോകാൻ പറയുമ്പോ സഹാബികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അവര് ഹിജ്റയുടെ യാത്ര തുടങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്രയും കാലം നീ സമ്പാദിച്ചത്, ഈ മക്കയിൽ വെച്ച് സമ്പാദിച്ചത് മുഴുവനും ഈ മക്കയിൽ തന്നെ നീ ഇട്ടിട്ട് വെറും കയ്യോടെ പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനോട് മക്കക്കാര് പറയുമ്പോ, ഖുറൈശികൾ പറയുമ്പോ, അല്ലാഹുവാണ് വലുത്, സർവ്വതിനേക്കാളും ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും പടച്ച റബ്ബാണ് വലുത്. അവിടെ വീടിന് വിലയില്ല, അവിടെ സമ്പത്തിന് വിലയില്ല. മക്കയിൽ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ തന്നെ ഉപേക്ഷിച്ചു. ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് സ്വഹാബികൾ ഹിജ്റ പോയത്. അവര് പറഞ്ഞത് വെറുതെയല്ല, അല്ലാഹുവാണ് വലുതെന്ന് അവർ നാവ് കൊണ്ട് മാത്രം പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് പറഞ്ഞവരാ. അല്ലാഹു തന്നെയാണ് വലുത്. പണത്തിനോ വീടിനോ കുടുംബത്തിനോ വിലയില്ല. സർവ്വതും കളഞ്ഞിട്ട് വെറും കയ്യോട് ഇട്ടിരുന്ന വസ്ത്രവുമായിട്ടാണ് സ്വഹാബികൾ നടന്നു പോയത്. എന്റെ പ്രിയമുള്ള സഹോദരാ, എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയോ? അതാ ചരിത്രത്തിൽ കാണാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ നബിയുടെ മുന്നിലൂടെ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ കരയുന്നത്? വീട്ടിലേക്ക് കടന്നു വരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. കാരണം മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഉമ്മാനെയാ. ഉമ്മാനെ അത്രയ്ക്കും വലിയ പേടിയാ. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു കൊടുത്തു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളായിരുന്നു. നേതൃത്വം കൊടുക്കുന്നത് പെറ്റതള്ളയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കെട്ടിയിട്ടു. മിസ്അബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ എനിക്ക് മുത്തുനബിയെ കാണണം ഉമ്മാ.
എത്രയൊക്കെ ഉപദേശം കൊടുത്തിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വരുമ്പോ അതാ വീട്ടിലെ വേലക്കാരി മിസ്സബ് തങ്ങളെ വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ആരാ മിസ്സബെന്നറിയോ? മിസ്സബിന്റെ ആസ്തി എന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാ മിസ്സബ് ധരിക്കുന്നത്. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല. പടച്ചവനെ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്സബ് അതാ സുഗന്ധത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. മുന്നിലും പിന്നിലും അടിമകൾ നടക്കുമായിരുന്നു. മിസ്സബ് കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ചരിത്രം പറയുന്നു, മക്കയിലെ പല തോട്ടങ്ങളും മിസ്സബിന്റെ ഉമ്മയുടെ തോട്ടമാ. അത്രയ്ക്കും വലിയ സമ്പന്നന്റെ മകനായ മിസ്സബ് അവസാനം എന്ത് ചെയ്തിട്ടും നേരെയാകാതെ വന്നപ്പോ അവിടെ നിന്ന് തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്സബേ, ഇവിടെന്ന് പുതിയ മതത്തിലേക്ക് പോകല്ലേടാ. ഇവിടെന്ന് പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല മിസ്സബ്. അല്ലാഹുവേ, ഉമ്മ വിളിച്ചു പറയുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന കമീസ് ഊരുകയാണ്. അവിടെന്ന് ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം അങ്ങ് ഊരിയിട്ട് ഉമ്മാടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മാ, ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഈ മിസ്സബിനൊന്നും വേണ്ട ഉമ്മ. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, മിസ്സബേ, ഇനി നീ നിന്റെ നാവ് കൊണ്ടെന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഇനി മുതൽ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വരരുത്. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ മിസ്സബ്, ഇത്രയും വലിയ സമ്പന്നന്റെ ഉടമയായ മിസ്സബ്, അല്ലാഹുവേ, ചരിത്രം എടുത്തു നോക്ക് ചെറുപ്പക്കാരാ. എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയോ? ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പ് 72 സ്ഥലങ്ങൾ കീറിയതാ. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ച ഒരു പുതപ്പും പുതച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോയത്. പ്രവാചകൻ കരയാറുള്ള കാരണമിതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്സബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. ഈ മിസ്സബാണ് മോരെ ഉഹദിന്റെ രണാകടത്തിലെ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകര് സ്വഹാബികൾ ഇങ്ങനെ ജനാസകൾ പൊതിയുകയാണ്. ഷഹീദായവരുടെ ജനാസ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ടൊരു ജനാസയുമായി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുന്ന ആരുടെ ജനാസയാ? മിസ്സബ് റളിയല്ലാഹു തആല അൻഹു. എന്തേ സഹാബാ ജനാസ പൊതിയാത്തത്? മുത്തുനബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല. തലമറക്കുമ്പോ കാല് വെളിയിലാ, കാല് മറക്കുമ്പോ തല വെളിയിലാണ്. കഫൻ തുണി പോലുമില്ല, കഫൻ തുണി പോലും തികയുന്നില്ല. മുത്തുനബി പറഞ്ഞു, തലമറച്ചിട്ട് കഫൻ പൊതിയാറ്. അവസാനം കാല് 2 വെളിയിലാ. പുല്ലു പറിച്ചു കൊണ്ടുവാ സഹാബാ. പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടിയിട്ടാ മിസ്സബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സമ്പന്നന്മാർ പടച്ചവനെ എല്ലാം കളഞ്ഞിട്ടാ ഹിജ്റ പോയത്. എന്തിനാ? അതുകൊണ്ട് ഹിജ്റ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വെറുതെ
അല്ലാഹു വലുതാണ്, പടച്ചവനാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് സർവ്വതിനേക്കാളും എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാ പോരാ, അത് ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണം സഹോദരാ. അല്ലാഹുവേ, പണം കിട്ടുമ്പോ പടച്ച റബ്ബിനെ മറക്കുന്നവനല്ല, അധികാരം കിട്ടുമ്പോ ദീനിനെ മറക്കുന്നവനല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെയും ചവിട്ടി തേക്കുന്നവനല്ല മുസ്ലിം. എന്റെ പ്രിയമുള്ളവരെ, സർവ്വതിനേക്കാളും വലുത് അല്ലാഹുവാകണം. ഈ ലോകത്ത് സർവ്വതിനേക്കാളും വലുത് പടച്ച റബ്ബാകണം. നിനക്ക് വേണ്ട വിശ്വാസമതാണ്, നിനക്ക് വേണ്ട വിശ്വാസമതാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബികൾ മുഴുവനും ഹിജ്റ പോയി. ഇനി ആകെയുള്ളതല്ലാ മുത്തുനബിയും ചില സ്വഹാബികളും രോഗം പിടിച്ച ചില സഹാബികളുമാ. എന്റെ പ്രിയമുള്ളവരെ, അന്നതാ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് നേതാവ്, മുത്തുനബിയാണ് നേതാവ്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവസാനവാ മുത്തുനബി പോയത്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേതാവാണ് ഒന്നാമതോടുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നാട്ടിൽ അക്രമവും എവിടെ നോക്കിയാലും കൊള്ളയും കൊലയും ഇതൊക്കെ നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും അവസാനമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വലിയ പ്രകടനം നടക്കും, നേതാക്കന്മാരൊക്കെ ഫസ്റ്റ് സഫിൽ കയറി നിന്ന് പത്രത്തിലൊക്കെ വരാൻ നിരന്ന് നിന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ലാത്തി ചാർജ് തുടങ്ങിയ ഉടനെ ഒട്ടം കണ്ടിട്ടുണ്ട്. ഏത് നേതാവിനെ അവിടെ കാണാം, ഏത് നേതാവിനെ കാണാ? എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ നിങ്ങളൊക്കെ പോ, അവസാനം ഞാൻ വരാം. എല്ലാരും പോയി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറായി. മുത്തുനബി വീടിന്റെ അകത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുങ്ങാൻ പോകുകയാണെന്ന് ഇബ്ലീസ് തന്നെയാ വന്ന് ഖുറൈശികൾക്ക് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ 7 ഗോത്രക്കാര് മുഴുവനും ഒരുമിച്ചുകൂടി മുത്തുനബിയെ കൊല്ലാൻ വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു. വീടിന്റെ വെളിയിലിറങ്ങി അപ്പ കൊല്ലണം. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ തയ്യാറായിക്കോ, ഹിജ്റയ്ക്ക് റെഡിയായിക്കോ. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കള് വീട് മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. നബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട്, അല്ലാഹുവേ ഒരു പിടി മണ്ണ് വാരിയിട്ട്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അല്ലാഹു കൂടെയുണ്ട് നബിയേ, ഒരുത്തരെയും ഭയപ്പെടണ്ട നബിയേ, ഒരാളെയും ഭയപ്പെടണ്ട നബിയേ. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതിയിട്ടൊന്ന് എറിഞ്ഞിട്ടിറങ്ങിപ്പോ നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരാ, അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കൂ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്, അവിടെ പുതച്ചു കിടക്കാൻ പറഞ്ഞു. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി, അല്ലാഹുവേ വീടിന്റെ കവാടം തുറന്നു, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റയേറാ. എന്നിട്ട് വീട് വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോവുകയാ. അതാണ് മോനെ തവക്കല്, അതാണ് മോനെ പടച്ചവന്റെ സഹായം, അതാണ്. മുത്തുനബി ഇറങ്ങി നടന്നു പോവുകയാണ്. അവിടെ നിന്നവരുടെ മുഴുവനും കണ്ണിലേക്ക് മണ്ണ് വീഴുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരുടെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ കൂട്ടുകാരൻ വഴിയിലിങ്ങനെ
ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുത്തുനബി അതാ തയ്യാറെടുത്ത് വന്നിരിക്കുകയാ. അതാ അബൂബക്കർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസവാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ വരുന്നോ നബിയേ? എന്റെ കൂടെ വരുന്നോ അബൂബക്കർ? മുത്തുനബി ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അബൂബക്കർ തങ്ങൾക്ക് എടുക്കാനൊന്നുമില്ല. ഞാനുണ്ട് നബിയെ, എനിക്ക് എടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അതാ മഹാനായ അബൂബക്കർ തങ്ങളെ നടക്കുകയാ. അവിടെന്ന് പറഞ്ഞു, നബിയേ എന്റെ ചുമലിൽ കേറി നബിയേ, എന്റെ ചുമലിൽ കേറി നബിയേ. എന്തിനാണെന്നറിയോ? നമ്മൾ രണ്ടുപേരും നടന്നുപോയാ കാൽപ്പാടം പിന്തുടർന്ന് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും നബിയേ. എല്ലാവരും പോകണ്ട വഴിയിലൂടെ പോകണ്ട, എതിർഭാഗത്തുള്ള വഴിയിലൂടെ മുത്തുനബിയെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടക്കും, കാലി വിപരീതമാണ് വെക്കുന്നത്, എന്നിട്ട് കാലിന്റെ പാടുകൾ മായിച്ചു കളയും. ഇതുപോലെ ഉമർദാ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അവസാന ശത്രുക്കൾ മുഴുവനും വളയുമ്പോ അല്ലാഹുവേ, ഉംറയ്ക്ക് പോകുമ്പോ പടച്ചവനെ 45 മിനിറ്റോളം മണിക്കൂറുകൾ നടന്നിട്ട് കയറി പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും ഇരുന്ന പർവ്വതം കാണോ. ആ ഗുഹയ്ക്കകത്ത് പോയി ദുആ ചെയ്യാ. എനിക്കും നിങ്ങൾക്കും ചരിത്രമറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാ ആ ഗുഹ മുഴുവനും തയ്യാറാക്കി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തടിക്കുന്നു. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അബൂബക്കർ തങ്ങൾ പിടയുന്നുണ്ട്, പേടിച്ച് കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ എന്തിനാ നീ പേടിക്കുന്നത്? മുത്തുനബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ അബൂബക്കറെ നീ പേടിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാ നമ്മളെ കാണുമല്ലോ നബിയേ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, നബിയേ ഈ മുകളിൽ നിൽക്കണവനെങ്ങാണ് അവന്റെ കാലി നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചെന്തെന്നറിയോ? എടാ, അവൻ കാലി നോക്കണമെങ്കിൽ അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ഞാനും നീ മാത്രമല്ല, മൂന്നാമനായിട്ട് ഒരാള് നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹ്. അവനവന്റെ കാലി നോക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഈമാൻ, അതാ ഈമാൻ. ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും മുത്തുനബി ചിരിച്ചോണ്ട് പറഞ്ഞത്, അബൂബക്കറെ അവനവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. ആ ഒരു തവക്കലാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കുണ്ടോ ഈമാൻ? ഈ പറഞ്ഞ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കുണ്ടോ? ഒരുത്ത അടിക്കാൻ വന്ന അല്ലാഹും വേണ്ട റസൂലും വേണ്ട, ഓട്ടം തന്നെ. ത്യാഗം സഹിക്കാൻ വയ്യാർക്കും. 2, എല്ലാം കെട്ടിപ്പറക്കി പാകിസ്ഥാനി പോകാൻ പറഞ്ഞ പോവോ? അതെല്ലാം വാരി കെട്ടിയിട്ട് അതാ വരാൻ പോകുന്നേ, പേടിക്കൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവർ, ഇപ്പൊ ആസാമിൽ തുടങ്ങിയതേ ഉള്ളൂ. ഇത് തുടക്കവാ, അടുത്ത ബീഹാർ, ഇങ്ങനെ അവസാനം. നമ്മളിപ്പോ പറയും, ഓ കേരളത്തിൽ ഇതൊക്കെ വരുവോ? എന്തേ വരാൻ പറ്റത്തില്ല? സുനാമി ഒന്നില്ലേ? കേരളത്തിൽ വന്നിട്ട് നിന്റെ അടുത്ത് പറയാ, നീ രാജ്യത്ത് നിന്റെ വാപ്പാടെ വാപ്പ ജീവിച്ചിരുന്നതിന് തെളിവ് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പോയാൽ മതി, കിട്ടും. എടാ, ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യണമെന്നാ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ജനന സർട്ടിഫിക്കറ്റ് നീ ഇന്ത്യ മഹാരാജ്യത്തിലാ ജനിച്ചത് എന്നതിനുള്ള തെളിവ് ഈ പുള്ളന്മാർക്കുണ്ടാവും, വേറെ ആർക്കാ ഉള്ള? നീ ഇവിടെയാ ജനിച്ചത് എന്നതിനുള്ള തെളിവെന്തേ ഉണ്ടോ നിന്റെ കയ്യിൽ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ പോയിട്ട്? ചെയ്തിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ആദ്യം നീ റെഡിയാക്കി. ഇതൊക്കെ ആവശ്യം വരും, പ്രയോജനം ചെയ്യും, ഇതൊക്കെ പ്രയോജനം ചെയ്യും. ഇത് പറയുമ്പോ ഇതൊക്കെ ഞങ്ങളങ്ങ് അള്ളാടെ ആൾക്കാരാ, അങ്ങക്ക് മന്ന സെൽവ് ഇറങ്ങി വന്നതുപോലെ വരും എന്ന് പറഞ്ഞിരുന്നാ പോരാ. നീ ചെയ്യേണ്ടത് നീ ചെയ്യും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ കാര്യം, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ കാര്യം, തവക്കൽ ഉണ്ടാകണം. അള്ള കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇല്ലാതെ പോയത് കൊണ്ടാണ് നമുക്കൊക്കെ ഇത് സംഭവിച്ചത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റക്കപ്പർ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതങ്ങിട്ട് തവക്കല് പടച്ച റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്ക. അല്ല ഉണ്ടല്ലോ, എന്തിനാ പേടി? സാമ്പത്തിക ഞെരുക്കം വന്ന നിനക്കെന്താ? ഗൾഫ് തകർന്ന നിനക്കെന്താ? എന്റെ സഹോദരൻ, നമ്മൾ എന്തിനാ ഈ കിടന്ന് തലകുത്തി മറിയണ പേടിക്കണത്? എന്തിനാ ഭയപ്പെടുന്നേ? സിറാജിന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ, ഞാൻ എൻ്റെ ഉമ്മാടെ വയറ്റി കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ തന്നെ അള്ളാഹു എനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിരിക്കുക. ഇന്ന് ഷമീറിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിലായി എനിക്ക് ദോശ എഴുതി വെച്ചിരുന്നത്. ഞാൻ കഴിക്കാൻ വന്നില്ലേ? ഇതുപോലെ ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കും. അള്ളാഹു എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ എൻ്റെ ഉമ്മാടെ വയറ്റി കിടക്കുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കുക. എനിക്ക് കിട്ടേണ്ട ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോപ്പാ? നിങ്ങൾ ആരെങ്കിലും തിന്നോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? എന്താ ഉള്ളത് പറയാൻ മടിക്കണം. നിങ്ങൾ കഴിക്കോ? നിന്റെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. പിന്നെന്തിനാ ഭ്രാന്ത്? പിന്നെന്തേ? എടാ, അള്ളാഹ് ഉമ്മാടെ വയറ്റി കിടക്കണം, അല്ല എഴുതി വെച്ചതല്ല. നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? നീ എന്തിനാ കിടന്ന് പ്രയാസപ്പെടുന്ന? തലകുത്തി കയറി അല്ലോ ഉസ്താദ് അങ്ങനെ എന്നല്ല. ഉമ്മാടെ വയറ്റി കിടന്നപ്പോഴ അല്ല നിനക്ക് എഴുതിയത് നിനക്ക് കിട്ടൂ. അല്ലാതെ നീ തലകുത്തി നടക്കണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ അടിക്കാൻ വിധിയുണ്ടെങ്കിൽ അടിക്കും. ഒരുപാട് കാലം എന്തേ എല്ലാരും ടെൻഷനും പ്രയാസം? എന്തിനാ ടെൻഷൻ അടിക്കണേ? ഭാര്യയും മക്കളെയും കുടുംബത്തെ കുറിച്ച് നീ എന്തിനാ പേടിക്കുന്ന? പരിഹാരം അല്ല പറഞ്ഞിട്ടില്ലേ? ഖുർആൻ ഓതാറില്ലേ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതാറില്ലേ? എനിക്കൊരു പേടിയില്ല എന്റെ പെണ്ണുമ്പിള്ളെ മക്കളെയും കുറിച്ചിട്ട്. എനിക്കൊരു ഭയവുമില്ല. എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാകും, പ്രയാസമാകും, എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ അംബാനി ആയതുകൊണ്ടല്ല. എന്റെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുള്ളവനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? എന്നോട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ഞാനാണെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ മനുഷ്യ? നമ്മൾ പറയും കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലി സാഹിബ്, പിന്നെ അംബാനി, അതുപോലെ ഒന്ന് മോദി, ഇങ്ങനെ കുറെ എണ്ണം. അങ്ങനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? അല്ല തന്നത് 4 കമ്പും കെട്ടി ഒരു ടാർപ്പ വലിച്ചു കെട്ടിയ ഒരു ചെറിയ വീടാണെങ്കിലും അതിൻ്റെ അകത്ത് അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ലോകത്തിലെ സമ്പന്നൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ നീ തന്നെ. നാട്ടുകാരനല്ല, അംബാനിയല്ല. നീയാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നിനക്കാരോടും അസൂയയില്ല, ആരോടും നിനക്ക് കുശുമ്പ ഒന്നുമില്ല. അണ്ണാച്ചിമാരെ കണ്ടിട്ടില്ലേ? അപ്പൊ റോഡിന്റെ സൈഡിൽ കുഴിയെടുക്കണേ. റോഡിന്റെ സൈഡിൽ കുഴിയെടുത്തിട്ട് കടത്തിണ്ണി കിടന്നുറങ്ങുന്ന തമിഴ്നാട്ടുകാരായ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അൽഹംദുലില്ലാ, രാവിലെ മുതൽ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്തിട്ട് വൈകിട്ട് ഒരു 500-600 കിട്ടും. രണ്ടുപേരും കൂടെ ഏതെങ്കിലും തട്ടുകടയിൽ പോയി നല്ല ഫുഡും കഴിച്ചിട്ട് കടത്തിണ്ണയിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുക. വാടകയില്ല, കറണ്ട് ബില്ലില്ല, ടാക്സ് ഇല്ല, ഒന്നുമില്ല. ലോകത്ത് ആരോടും അവർക്കൊന്നുമില്ല. അവന്റെ കൊട്ടാരം കണ്ടിട്ട് ഇവൻ അസൂയയില്ല, അവന്റെ കച്ചവടം കണ്ടിട്ട് അവക്ക് അസൂയ ഒന്നുമില്ല. അല്ല തന്നു 600 എങ്കിൽ 600 റാഹത്ത. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്ക്, ഒരു പേടിയും വേണ്ട. അള്ളാഹു പറയുകയാ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് യാതൊരു പ്രയാസവും അള്ളാഹു വരുത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെയ്യൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കാര്യം ചെയ്താ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് ഇരക്കണ്ട. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി, സംഘടനകളുടെ ഓഫീസുകൾക്ക് മുന്നിൽ പോയി, ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് പിരിവെടുക്കണ്ട. മരിക്കണ കാലം വരെ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ വേണമെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി, നമ്മുടെ രാജ്യം എന്ന വല്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലൂടെ പോകണ വലിയ പ്രതിസന്ധി തന്നെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത ഒന്നോർത്ത ഇതൊക്കെ നല്ലതാ. കാരണം വന്ന വഴി മറന്നുപോയി പലരും. അതന്നെ വന്ന വഴി മറന്നുപോയി. അന്തേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും മനോഹരമായ ഒരു നാട് നിങ്ങൾ നോക്ക്.
ഒരു പെണ്ണ് കൊട്ടയും ചുമന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ താഴെ കൂടെ പോയാൽ മതി, പറിക്കൊന്നും വേണ്ട, വീണങ്ങ് നിറയും. ഈച്ചയില്ല, കൊതുകില്ല, തേളില്ല, പാമ്പില്ല, ഒരു വൈറസ് രോഗവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാടിനെ അള്ള തലകീഴായിട്ടെടുത്ത് നശിപ്പിച്ച് കളഞ്ഞത് എന്തുകൊണ്ട്? ധിക്കാരം കാണിച്ചത് കൊണ്ട്, അള്ളാനെ മറന്നതുകൊണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. മോഡി സാറിന് ആരും കുറ്റം പറയണ്ട. നീ നിന്റെ അവസ്ഥയ്ക്ക്, നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെ. GST വന്നതോ അല്ലെങ്കിൽ നോട്ട് നിരോധനോ ഇതൊന്നും അല്ല കാരണം. നിന്റെ നാശത്തിന് കാരണം നീ തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതപ്പോ വിശ്വസിക്കാൻ ഒരു മടി. ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ എല്ലാരും പറയുമല്ലോ പടച്ചോൻ അള്ളാഹുവേ അള്ളാഹുവേ. ചില കാര്യങ്ങൾ വിശ്വസിക്കണം സഹോദരങ്ങളെ. ഞാനിത് പറയുന്നില്ല ലൈവായതുകൊണ്ട്, കാരണം അത് നാളെ എനിക്കിട്ട് അടി കിട്ടാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം വേണമെങ്കിൽ അള്ള പറഞ്ഞത് ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന്. അള്ള പറഞ്ഞത് ഒരേ ഒരു കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ളവർ വെക്കാ മതി. കേട്ടിട്ട് തീരുമാനിക്കണം. ഇങ്ങനെ രാത്രി എങ്ങാനും എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുമോ, പള്ളി കെട്ടി കൊടുക്കണമെന്ന് പറയുമോ, പ്രമാണം വിറ്റിട്ട് പൈസ കൊടുക്കണമെന്നും അല്ല. നിന്റെ 5 നയാ പൈസ ആർക്കും വേണ്ട. അള്ളാഹ്ക്ക് വേണം. അള്ളാഹ് ഏറ്റവും വലിയ സമ്പന്നനല്ലേ. അള്ളാഹ്ക്ക് എന്തിനാ പണം? അള്ളാഹുവിന് എന്തിനാ പണം? അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു 2 പ്രതിഫലം തരാമെന്ന് ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം ചെയ്താൽ 2 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 മണിയായി, ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നു. ഞാൻ ഇപ്പോഴാ കണ്ടത്, ആൾക്കാർ വാച്ചി നോക്കുന്നു. പഠിച്ചാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? നിർത്തണോ? 10 മണിയായി. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരാ പാപ്പായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ അള്ളാഹ്. ആദം നബി നിസ്കരിക്കാത്തതിന്റെ പേരിൽ, കള്ളു പിടിച്ചതിന്റെ പേരിലല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അള്ള പറഞ്ഞ ആ മരത്തിന്റെ അടുത്ത് പോകരുന്ന്, പോയി പൊക്കി പുറത്താക്കി. അതുകൊണ്ട് എന്ത് വേണം? നിർത്തണോ പറയണോ? എന്ത് വേണോപ്പാ? എനിക്കൊരു അരമണിക്കൂറും കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാ, ഇല്ലെങ്കിൽ ഇത് വായിച്ചേ. എന്ത് വേണം? വേണമെന്നുള്ളവർ കൈ പൊക്കിക്കേ. പൈസ ഒതുക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം. പിരിവൊന്നുമില്ലേപ്പാ? പിരിവൊന്നുമില്ല. ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് വല്ല ഇട്ടാ മതി ഏട്ടാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓരോ വാപ്പയും ഉമ്മയും ഈ സദസ്സിലിരിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ. വിശുദ്ധമായ ഖുർആൻ പറയുക, ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. സൂറത്തു ത്വാഹ അതിന്റെ 35 32 ആയത്താണെന്ന് തോന്നുന്നു. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അള്ളാഹു പറയുകയാ, മോനെ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കണം. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കുടുംബസമേതം നിങ്ങൾ നിസ്കരിക്കുന്ന കുടുംബമായാൽ അള്ളാഹ് പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖു. അള്ളാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.